അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുണ്യങ്ങളുടെ മാസമാണ് ഷാബാനും റജബും. റജബ് നമ്മോട് വിട പറഞ്ഞ് ഷാബാനിലേക്ക് കടക്കുകയായി. ഈ ഷാബാനിലും നാം പ്രത്യേകം ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. റജബിലും നാം ഇത് ആവർത്തിച്ച് ചൊല്ലിയിരുന്നു. അതുപോലെ ഈ ഷാബാൻ മാസത്തിലും നാം ദിവസം 7 പ്രാവശ്യം ഈ മാസം മുഴുവനും പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തിന്മകളും മായ്ക്കപ്പെടുന്നതാണ്. ഈ ഇസ്തിഗ്ഫാർ 7 പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ തിന്മകളുടെ ഏടുകൾ കരിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. പുണ്യമാക്കപ്പെട്ട ഈ ഷാബാൻ മാസത്തിൽ എല്ലാ സമയവും ദുആകളും ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കേണ്ട മാസവുമാണ്. വിശുദ്ധമായ ഈ ഷഅബാൻ മാസം ഇസ്തിഗ്ഫാറും സ്വലാത്തുകളും അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാറിൻ്റെ മാസവുമാണ്, സ്വലാത്തിൻ്റെ മാസവുമാണ്. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ മാസമാണ്, അള്ളാഹു ആദരിച്ച മാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ എല്ലാ ദിവസവും 7 പ്രാവശ്യം പറയാൻ എല്ലാവരും ശ്രമിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബതൻ അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഒരു വട്ടം കൂടി ഓതി കേൾപ്പിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബതൻ അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ, ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.